എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് ഒരു കഥയിലൂടെ ആരംഭിക്കാം. ജേക്കബ് എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ജേക്കബിന് ഈ ഇടയ്ക്കാണ് ഒരു ജോലി കിട്ടിയത്. വളരെ നല്ലൊരു ജോലിയായിരുന്നു. ജോലിയുടെ തുടക്കകാലത്തെല്ലാം അദ്ദേഹം വളരെ എനർജറ്റിക്കും വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടിയാണ് അദ്ദേഹം ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഗ്രാജുവലി ജേക്കബിന് ഫോക്കസ് നഷ്ടപ്പെട്ടു. താൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പരാജയങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ആകെ ഒരു ടെൻഷനും ഒരു മൂഡ് ഓഫും എപ്പോഴും. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് മാത്രം ഒരു പരാജയം പോലെ തോന്നുന്നത് എന്നെല്ലാം ഒരുപാട് ചിന്തകളായി. അങ്ങനെ ഇരിക്കെ ഒരു ക്രിസ്മസ് സമയത്ത് ജേക്കബിന്റെ ഫ്രണ്ട് മാത്യു ജേക്കബിന് ഒരു സമ്മാനം കൊടുത്തു. വളരെ മനോഹരമായ 500 പേജുകളുള്ള ഒരു ജേണൽ, ലെതർ ജേണൽ. ഈ സമ്മാനം വാങ്ങി ജേക്കബ് തന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ബുക്ക് ഷെൽഫിൽ എടുത്തു വെച്ചു. അടുത്ത ഒരു വർഷത്തേക്ക് ആ പുസ്തകം അദ്ദേഹം ഒന്ന് തുറന്നു പോലും നോക്കിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം പഴയ പോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എപ്പോഴും വിഷമവും സങ്കടങ്ങളും എല്ലാം. ഒരു ദിവസം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത അളവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ദിവസമായിരുന്നു. ആ ദിവസം അദ്ദേഹം തന്റെ റൂമിൽ വന്നിരുന്ന് കരയുകയായിരുന്നു. തന്റെ കരച്ചിലിനിടയിൽ ആ ഒരു ലെതർ ജേണൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേഗം ആ ജേണൽ എടുത്ത് അദ്ദേഹം എഴുതാൻ തുടങ്ങി. എഴുതി 32 പേജോളം അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആശ്വാസം വളരെ വലുതായിരുന്നു. ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ, അത്രയും ആശ്വാസം. അടുത്ത ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് പോയത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. ഓഫീസും പോകുന്ന വഴികളും എല്ലാം അദ്ദേഹത്തിന് ഒരു പുതിയ ലോകം തുറന്ന് കാണിച്ച പോലെ തോന്നി. എല്ലാം അദ്ദേഹത്തിന് ഒരു പുതിയ അനുഭവം പോലെ തോന്നി. വളരെ പ്ലസന്റ് ആയ ഒരു ഫീലായിരുന്നു ജേക്കബിന് ആ ദിവസം ഉണ്ടായിരുന്നത്. ജേക്കബ് അന്നായിരുന്നു ഗിഫ്റ്റ് കിട്ടി 1 വർഷത്തിന് ശേഷമായിരുന്നു അദ്ദേഹം തന്റെ സുഹൃത്തായ മാത്യുവിനോട് താങ്ക് യു പറഞ്ഞത്. അന്ന് വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ ജേക്കബ് തന്റെ ഡെസ്കിൽ തുറന്നിരിക്കുന്ന ബ്രൗൺ ജേണലിനെ കയ്യിലെടുത്ത് ജേണൽ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ചു. ചെറിയൊരു സ്മൈൽ. ജേക്കബിന്റെ ജേണലിങ്ങിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്പ്രസീവ് ജേണലിങ്ങിനെ കുറിച്ചാണ്. എക്സ്പ്രസീവ് ജേണൽ എന്ന് പറയുമ്പോൾ അതൊരു ഡയറി എഴുത്താണോ എന്നൊരു ചോദ്യം വന്നേക്കാം. അല്ല. ഡയറി എഴുതുക എന്ന് പറയുമ്പോൾ അത് അന്നന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ ഇന്നലെ സംഭവിക്കുന്നത്, നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാമായിരിക്കും ഡയറിയിലൂടെ നമ്മൾ എഴുതുന്നത്. അതിനൊരു കാലക്രമമുണ്ട്. പക്ഷെ ജേണലിംഗ് അങ്ങനെയല്ല. ജേണലിംഗ് നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഡയറി എഴുത്ത് എന്ന് പറയുന്നത് അതിനൊരു ഡേറ്റ് വൈസ് ഓർഡർ ഉണ്ടാവും. പക്ഷെ എക്സ്പ്രസീവ് ജേണൽ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് അങ്ങനെ തന്നെ എഴുതുക. അത് എപ്പോഴാണ് തോന്നുന്നത് എഴുതുക. അത് എന്ത് വേണമെങ്കിലും ആവാം. എക്സ്പ്രസീവ് ജേണലിംഗിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും വികാരങ്ങളും എഴുതുന്ന പ്രക്രിയ. ദേഷ്യം, സങ്കടം, സ്നേഹം, ആഗ്രഹം, അസൂയ, ഫ്രസ്ട്രേഷൻ, എന്താണോ നമുക്ക് തോന്നിയത്, എങ്ങനെയാണോ നമുക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ ജേണലിൽ കുറിച്ചിടുക. ഡോക്ടർ ജെയിംസ് പെൻബേക്കർ ആണ് ആദ്യമായി ഈ ഒരു ടെക്നിക് ഉണ്ടാക്കിയെടുത്തത്. എക്സ്പ്രസീവ് ജേണലിംഗ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ കൂടുതൽ ഗവേഷണം ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. ആങ്കർ മാനേജ്മെന്റ്, ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, PTSD, ആൻസൈറ്റി, ഇതിനെല്ലാം ചികിത്സിക്കാൻ സൈക്കാട്രിസ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ തെറാപ്യൂട്ടിക് ജേർണലിംഗ് എന്നും വിളിക്കാറുണ്ട്. ജേക്കബിന്റെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഈ ജേർണലിംഗ് എഴുതുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. ചില ദിവസങ്ങളിൽ നമുക്ക് വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകൾ കൂടുതലായി വന്നേക്കാം. നമുക്കുണ്ടായ മോശം അനുഭവങ്ങൾ കാരണം ഫ്രസ്ട്രേഷൻ തോന്നിയേക്കാം. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് അത് കൂടുതൽ ഒരു വിങ്ങലായിരിക്കും. ആ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും സാധിക്കില്ല, തണുപ്പിക്കാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ നമുക്ക് ഈ ഒരു ജേർണലിനെ കാണാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള നമ്മുടെ ഒരു ആത്മാർത്ഥ ഫ്രണ്ടാണ് എക്സ്പ്രസീവ് ജേർണൽ. നമുക്ക് തോന്നുന്ന ചിന്തകൾ, ഇമോഷൻസ് എല്ലാം അതിലെഴുതാം.
അവിടെ നമ്മളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതങ്ങനെ തന്നെ എഴുതാം. ഇമോഷൻസ് മാത്രം നിർത്താതെ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു ഒഴുക്ക് പോലെ എഴുതുക. ഫോർ എക്സാമ്പിൾ, എനിക്കിന്ന് വല്ലാതെ ദേഷ്യം വന്നു, ഇന്ന കാര്യങ്ങൾ അവരോട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ സാധിച്ചില്ല. ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എന്തായിരുന്നുവോ അത് എഴുതാം. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. അവർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല, എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ആ വിഷമങ്ങൾ നമ്മുടെ ജേണലിൽ എഴുതാം. അതുപോലെ നമുക്കുണ്ടാകുന്ന സന്തോഷം, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷം ജേണലിൽ എഴുതാം. ആ സന്തോഷങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യിപ്പിക്കാനും ഇത് സഹായകമാകും. ഫിൽ യുവർ പേപ്പർ വിത്ത് ദ ബ്രീത്തിങ് ഓഫ് യുവർ ഹാർട്ട്. വില്യം വേർഡ്സ്വർത്തിന്റെ വാക്കുകളാണ്. ഹൃദയത്തിന്റെ ശ്വാസവായു കൊണ്ട് നിങ്ങളുടെ പേപ്പർ നിറയ്ക്കും. എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എഴുതി കഴിയുമ്പോൾ ഒരു വലിയ മാജിക് ആണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. നമ്മുടെ മൈൻഡിനും കൈവിരലുകൾക്കും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടായി ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അവിടെ എത്തുക. ആൻസൈറ്റി മാറുന്നു, റേസിംഗ് തോട്ട്സ് ഇല്ലാതെയാവുന്നു. അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചിന്തകൾ കുറയുന്നു, ഓവർ തിങ്കിങ് ഇല്ലാതെയാവുന്നു. വിശ്വാസത്തോടെ എഴുതണം. ഏതൊരു കാര്യത്തിനും അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണമായ വിശ്വാസം, അതാണ് എഴുതുന്നതിന് മുൻപ് നമുക്ക് വേണ്ടത്. കൺട്രോൾഡായും സേഫായും ഇമോഷൻസിനെ വെളിപ്പെടുത്താനുള്ള ഒരു തെറാപ്പിയാണ് എക്സ്പ്രസീവ് റൈറ്റിംഗ് അഥവാ ജേർണലിംഗ്. ഇനി നമുക്ക് ഇത് എഴുതുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആൻസൈറ്റി കുറയുന്നു, തുടർച്ചയായ ഒബ്സസീവ് ചിന്തകൾ നിർത്തുന്നു, ഇമോഷൻസ് നിയന്ത്രിക്കുന്നു, അവയർനെസ് ഉണ്ടാക്കുന്നു, മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു, മാനസികപരമായി ആരോഗ്യം നല്ലതാകുന്നു, ഡിപ്രഷനും ഒഴിഞ്ഞു മാറുന്ന സ്വഭാവവും കുറയ്ക്കുന്നു, ബെറ്ററായ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻസും കണ്ടെത്താൻ കഴിയുന്നു. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. ചില സമയത്ത് നമ്മുടെ ബ്രെയിനിൽ റാൻഡം തോട്ട്സ് ഒന്നോടൊന്ന് ബന്ധമില്ലാതെ വളരെ ഫാസ്റ്റായി, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ ഫാസ്റ്റായി നടക്കുന്നു. ആ സമയത്ത് നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ റാൻഡമായി മൾട്ടി ഡയറക്ഷണലായി ഉണ്ടാകുന്ന ചിന്തകളെ, തോട്ട്സിനെ നമ്മൾ നമ്മുടെ കൈകളിൽ കൂടി ചാനലൈസ് അഥവാ സ്ട്രീംലൈൻ ചെയ്ത് ഒരു പൈപ്പ് ലൈൻ പോലെ അഥവാ കൺട്രോൾഡ് ഔട്ട്ലെറ്റ് പോലെ എഴുതുമ്പോൾ കൂടുതൽ ഫോക്കസ് നമുക്കുണ്ടാകുന്നു. എന്ത് ചിന്തയാണ്, എന്ത് വികാരമാണ് എഴുതുന്നത് എന്ന് ബ്രെയിൻ നന്നായി ഫോക്കസ് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. കാരണം എഴുതുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ചിന്തകൾ നാച്ചുറലി സ്ലോ ഡൗൺ ആകും. ഇത് കൂടുതൽ ചിന്തകളുടെ പ്രോസസ്സിനെ സഹായിക്കുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ എഴുതുന്നത് ചിന്തകളെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഐ ക്യാൻ ഷേക്ക് ഓഫ് എവറിത്തിങ് ആസ് ഐ റൈറ്റ്. മൈ സോറോസ് ഡിസപ്പിയർ, മൈ കറേജ് ഈസ് റീബോൺ. ഞാൻ എഴുതുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ കൊഴിഞ്ഞു പോകുന്നു, എൻ്റെ ധൈര്യം പുനർജനിക്കുന്നു. ആന ഫ്രാങ്കിന്റെ വാക്കുകളാണ്. ഏതൊരു കാര്യവും കൂടുതൽ ശ്രദ്ധയുണ്ടെങ്കിൽ, ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വ്യക്തത ഉണ്ടാകുന്നു. നമുക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടും. നമുക്ക് വേണ്ട ഗൈഡൻസും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. വ്യത്യസ്തമായ ആശങ്ക നിറഞ്ഞ ചിന്തകളെയും സ്ട്രെസ്ഫുള്ളായ ചിന്തകളെയും കംപ്ലീറ്റ്ലി ഒരേ സ്ട്രീം ലൈനിൽ കൊണ്ടുവന്ന് നമ്മുടെ ഫോക്കസിനെ ഒരു പോയിന്റിൽ നിർത്തുമ്പോൾ, എഴുതുമ്പോൾ ഒരു സമയത്ത് ഒരു വേർഡ്, അവിടെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേറ്റീവ് കാംനെസ് ആണ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. റാൻഡം തോട്ട്സിന് ഒരു നരേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു, ഒരു സ്റ്റോറി പോലെ. ഫോർ എക്സാമ്പിൾ, ഞാൻ യോഗ ചെയ്തു, ഓഫീസിൽ പോകാൻ വൈകി, കാർ സ്റ്റാർട്ടാകാതെ ഓട്ടോയിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇതെല്ലാം ഒരു കഥ പറയുന്ന പോലെ ആണെങ്കിലോ? ഇന്ന് ഞാൻ രാവിലെ യോഗ ചെയ്തു, ഓഫീസിലേക്ക് റെഡിയാകാൻ കുറച്ച് ലേറ്റായി, പുറത്തു പോയി കാർ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാകുന്നില്ല, പിന്നെ ഞാനൊരു ഓട്ടോ എടുത്ത് ഓഫീസിലെത്തി. ഇങ്ങനെ പറയുമ്പോഴോ അതിനൊരു കഥയുണ്ട്.
കഥയുടെ രൂപവും സ്ട്രക്ചറും ഉണ്ടാകുന്നു. ചിന്തകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു ഈ ഒരു മെത്തേഡ്. ചിന്തകൾക്ക് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ കാര്യങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമ്മളെ അലട്ടുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു 4-5 വരി എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നും നമ്മൾ വിചാരിച്ച അത്ര ഒരു വലിയ ഇഷ്യൂ ഇല്ല, ഈ പ്രശ്നം അത്ര വലിയൊരു കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നും. മാത്രമല്ല, ഈ സംഭവങ്ങളെല്ലാം, നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കഴിയുമ്പോൾ അവിടെ നമ്മളത് സബ്മിറ്റാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കൊണ്ടുപോയി ഒരു ഭാരം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്, പാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാരം ഇറക്കി വെച്ച പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷേ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളെ, നമ്മുടെ ദേഷ്യം, നമ്മുടെ ഇമോഷൻസിനെ എല്ലാം നമ്മൾ മനസ്സിൽ തന്നെ വെക്കുകയാണെങ്കിലോ നമ്മുടെ ചിന്തകൾ ഒന്നോടൊന്നിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും, അലട്ടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്, നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതിനാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലത് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെയും വിഷമങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഭാരം ഇറക്കി വെച്ച പോലെ നമ്മൾ അവിടെ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കാംനെസ്, ഒരു സമാധാനമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന, സ്ട്രെസ്ഫുള്ളായ സംഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആ സംഭവങ്ങളെ നേരിടുകയാണ്. പക്ഷേ സ്ലോലി, എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി, എല്ലാ നിയന്ത്രണത്തോടെയും. ഇത് ആ പേടികളെയും സ്ട്രെസ്സുകളെയും കൂടുതൽ മനസ്സിലാക്കാനും എങ്ങനെ നേരിടണം എന്ന് പഠിക്കാനും സഹായിക്കുന്നു. ഈ പെയിൻഫുൾ മെമ്മറീസ് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സിലൂടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു റൈറ്റിംഗ് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു എന്ന്. അമിതമായ ഇമോഷൻസിനെ കുറയ്ക്കുന്നു, സ്ട്രെസ് റെസ്പോൺസസിനെ കൺട്രോളും ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ റൈറ്റിംഗ് ആക്ഷനിലൂടെ ആ ഒരു പ്രസന്റ് സ്റ്റേറ്റിലേക്ക് എത്താനും ഒരു നല്ല സിമ്പിൾ ഈസി മെത്തേഡാണിത്. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ സ്റ്റേറ്റ് ആണ്. വിശ്വാസത്തോടെയുള്ള ഈ ഒരു പ്രാക്ടീസ്, തുടർച്ചയായ ഈ ഒരു ശീലം വലിയ മിറാക്കിൾസും മാജിക്കും പോസിറ്റീവ് ചേഞ്ചസും ഉണ്ടാക്കും. പലപ്പോഴും ഇത് എഴുതണമെന്നുണ്ടാവും, പക്ഷെ പെന്നും പേപ്പറും എടുത്താൽ എങ്ങനെ എഴുതുക എന്നറിയില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ലെങ്കിൽ തുടക്കക്കാർക്ക് എക്സ്പ്രസീവ് ജേർണലിംഗ് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്യാം. ഓൺലൈനിൽ ഇത് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇൻ കേസ് മലയാളത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്ത് അതിനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇനി കുറച്ചുകൂടി ഒരു എളുപ്പമുള്ള ഒരു തുടക്കം വേണമെങ്കിൽ, ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ 111 മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് 111 മെത്തേഡ് എന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഒരു ദിവസത്തിന്റെ നേട്ടം, വിജയം, അതിനെ ആഘോഷിക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യാം. എന്താണ് ആ ദിവസം നമുക്ക് ഉണ്ടായ വിജയം എന്ന് നമ്മൾ ഓർത്തെടുത്ത് അതിലെഴുതാം. സ്റ്റെപ്പ് നമ്പർ 2, ഇന്ന് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എഴുതാം. സ്റ്റെപ്പ് നമ്പർ 3, നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. വളരെ സിമ്പിളാണ്, വെറും 5 ദിവസം ചെയ്താൽ മതി. 6ാമത്തെ ദിവസം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് പെന്നും ജേണലും അന്വേഷിച്ചു പോകും. ഡോക്ടർ പെൻ ബേക്കർ പറയുന്നു, റൈറ്റിംഗ് ടോപ്പിക് എന്ത് വേണമെങ്കിലും ആവാം. ഒരേ ടോപ്പിക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസവും നമുക്ക് വേണമെങ്കിൽ എഴുതാം. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും എഴുതാൻ ശ്രമിക്കണം. എഴുതി തുടങ്ങിയാൽ നിർത്താതെ തുടർച്ചയായി എഴുതുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്സോ ഒന്നും നോക്കണ്ട. നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് അങ്ങനെ തന്നെ പകർത്തുക. മിനാമുറെ പറഞ്ഞത് ഇപ്രകാരമാണ്, നമ്മളോട് നമ്മൾ തന്നെ ഒരേ സമയത്ത് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ജേർണലിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന ആ ജേർണൽ അഥവാ എഴുത്ത് അത് നമുക്ക് വായിക്കാനുള്ളത് മാത്രമാണ്. എക്സ്പ്രസീവ് ജേർണലിംഗ് വളരെ പവർഫുൾ ആയ ഒരു ടൂളാണ്. ഇത് നമുക്കൊരു മാജിക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതെല്ലാവരും യൂസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.